ഏത് സോഷ്യൽ മീഡിയ പേജ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ, അതിരടിക്കും കറുപ്പിനും ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ട്സാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം ഈ 2 സിനിമയും തിരക്കേടില്ലാത്തൊരു ഏവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. സോ ഇത്ര ഹൈപ്പ് കൊടുത്താൽ അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാവും. എന്നിരുന്നാലും ഇത് രണ്ടും ഒരു ഏവറേജ് പടം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഏവറേജ് പടങ്ങളാണ്. അല്ലാതെ വളരെ ഭയങ്കര മാരകമായ പടമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞാലോ 2 വർഷം കഴിഞ്ഞിട്ട് പോട്ടെ 6 മാസം കഴിഞ്ഞാൽ ഈ സിനിമ നമ്മൾ മറന്നു പോകും. ജസ്റ്റ് എ മൂവി അതേ ഉള്ളൂ. നമ്മളെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കാൻ പറ്റിയ ലെജൻഡറി മൂവീസ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. അതിരടിയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. കാരണം അതിന് ഹെവി പിആർ വർക്ക് നടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. ബട്ട് സൂര്യയുടെ പടം അത് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കൊണ്ടാടുന്നതെന്ന് വെച്ചാൽ, അത് സൂര്യയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ തിയേറ്ററിൽ നിന്ന് നല്ലൊരു കംബാക്ക് കിട്ടിയിട്ടില്ല. സോ കിട്ടിയ ചാൻസ് മുതലെടുക്കുക. അത് തന്നെയാണ് എനിക്ക് ഫീൽ ആയത്. ബട്ട് പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യലും പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനും വെച്ചിട്ട് ഇത് എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കിട്ടിയത്. ഏയാമറവോ അല്ലെങ്കിൽ നമ്മൾ 24 ആ ഒരു ലെവലൊന്നല്ല പടം. ഇതിനെക്കാട്ടും എത്രയോ നല്ല പടങ്ങൾ സൂര്യ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ലോജിക്കൊക്കെ മാറ്റി വെച്ച് കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. ബട്ട് ഇതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് 2 പടം ഫീൽ ആയത്. എക്സ്പെക്ടേഷൻ കുറച്ച് സിനിമ കാണാൻ പോയാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്.